ഒരു ശതകത്തിൻ്റെ പോരാട്ട വീര്യത്തിന് ലാൽ സലാം റെഡ് സല്യൂട്ട് നൽകുകയാണ് കേരളം. അത് ജാതി മത ഭേദമന്യേ രാഷ്ട്രീയ ഭേദമന്യേ സാധാരണക്കാരായ ജനങ്ങളാണ് ഏറ്റവും അധികം അദ്ദേഹത്തിന് ആദരമർപ്പിക്കാൻ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് ജനങ്ങൾ നൽകുന്ന ആ ഒരു സ്നേഹാദരങ്ങളുടെ നേർക്കാഴ്ചയാവുകയായിരുന്നു കഴിഞ്ഞ ദിവസം ഈ ആലപ്പുഴയിലേക്ക് പുറപ്പെട്ട വിലാപയാത്ര. ഓരോ പോയിന്റും കടക്കാൻ എത്ര സമയമെടുത്താണ് അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സമയം ഇപ്പോൾ അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ജന്മനാട്ടിലേക്കെത്താൻ, അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി പഥത്തിലേക്കെത്താൻ. ഒരു കാലത്ത് താൻ നടന്ന വഴികൾ എന്ന് പറയുമ്പോൾ കനൽ വഴികളിലേക്ക് തിരികെ എത്താൻ, ശാന്തമായി ഉറങ്ങിക്കൊണ്ട് നിത്യതയിലേക്ക് പോകുന്ന ആ ഒരു അവസരത്തിലേക്ക് ഇത്രയും സമയമെടുക്കുന്നത് കേരളത്തിൻ്റെ ആ ഒരു സ്നേഹം ഏറ്റുവാങ്ങിക്കൊണ്ടുള്ള യാത്രയായതുകൊണ്ടാണ്. പാതിരാവിലും ഉറക്കം മറന്ന് തങ്ങളുടെ പ്രിയ സഖാവിനെ കാണാൻ കാത്തു നിൽക്കുകയാണ് ജനാവലി. അതൊരു ജനസാഗരമെന്ന് തന്നെ പലയിടത്തും നമ്മൾക്ക് പറയേണ്ടി വരുന്നു. അറബിക്കടലിന് സമാന്തരമായ ഒരു ജനസാഗരം തിരുവനന്തപുരത്ത്. അതിനുശേഷം അവരിങ്ങനെ ആലപ്പുഴയിലേക്ക് ഒഴുകുകയാണ്. ആലപ്പുഴ വരെ ആൾക്കാരിങ്ങനെ കാത്തു നിൽക്കുകയാണ്. മണിക്കൂറുകളാണ് അത്. ചില മിനിറ്റുകളോ ഒന്നുമല്ല, മണിക്കൂറുകളോളം കാത്തു നിന്നാണ് ആഹാരമോ വെള്ളമോ ഒക്കെ ഉപേക്ഷിച്ച് ഈ ജനങ്ങൾ. അവരിൽ നിൽക്കുന്ന പലയിടങ്ങളിലും കടകളോ അല്ലെങ്കിൽ ആഹാര സാധനങ്ങളോ വെള്ളമോ ഒന്നും ലഭ്യമാക്കുന്ന ഇടങ്ങളൊന്നുമില്ല. പക്ഷേ അവിടെയൊക്കെ തളരാതെ ഈ പെരുമഴയത്ത് ഈ ഒരു പ്രിയ നേതാവിനെ കാത്തു നിൽക്കാൻ ജനങ്ങൾ സജ്ജരാകുന്നു, അവർ സന്നദ്ധരാകുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹം തെളിയിച്ച ആ ഒരു വിളക്കിൻ്റെ പ്രകാശം ഇപ്പോഴും ജനങ്ങളുടെ മനസ്സിൽ എത്രത്തോളം തെളിമയാർന്നു നിൽക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് എന്ന് പറയേണ്ടി വരും. ഇടയ്ക്ക് മഴ പെയ്യുന്നുണ്ട്, തകർത്തു മഴ പെയ്ത പല സ്ഥലങ്ങളുമുണ്ട്. പക്ഷേ ഈ പെരുമഴയ്ക്കോ തണുപ്പിനോ രാത്രിയുടെ ഇരുട്ടിനോ ഒന്നും ഇതിനെ തകർക്കാൻ ആകുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ജനങ്ങൾ ഓരോ ഇടങ്ങളിലും വന്ന് കാത്തു നിൽക്കുമ്പോൾ, അതും ചെറിയ കുഞ്ഞുങ്ങളുമായൊക്കെ കാത്തു നിൽക്കുമ്പോൾ, ഇത്രയും ക്ഷമയോടുകൂടെ കുഞ്ഞുങ്ങൾ, സാധാരണഗതിയിൽ ആധുനിക കാലത്തെ കുഞ്ഞുങ്ങൾ ഇത്തരം ക്ഷമ കാണിക്കില്ല എന്നൊക്കെ പറയുന്നവർക്ക് ഒരു മറുപടിയായാണ് ഈ ദീർഘദൂരം. എത്രയോ ഇടങ്ങളിലാണ് ചെറിയ കുഞ്ഞുങ്ങൾ മാതാപിതാക്കളുടെ കൈ പിടിച്ചും അമ്മമാരുടെ ഒക്കത്തിരുന്നും ഒക്കെ VSനെ ഒരു നോക്ക് കാണാനായി കാത്ത് നിൽക്കുന്നത്. ഇപ്പോൾ നമ്മളോടൊപ്പം ശ്രീജിത്ത് കൂടെ ചേരുകയാണ്. ശ്രീജിത്തെ, കഴിഞ്ഞ ദിവസം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അതിൽ VSൻ്റെ ജീവിതം എങ്ങനെ നമ്മൾ ഓരോ പാഠമായിട്ട് പഠിക്കുമ്പോൾ അതിൽ ഇങ്ങനെ അധ്യായമായിട്ട് നമ്മൾ ഓരോരുത്തരും പഠിക്കേണ്ട കാര്യങ്ങളുണ്ട്, പകർത്തേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അങ്ങനെ വരുമ്പോൾ വയലാർ എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ കേരളത്തിൻ്റെ ഒരു ചെറിയ ഗ്രാമമായിരുന്നു എന്ന് മനസ്സിലാക്കുന്നവരുണ്ട്. പക്ഷെ അതിനൊക്കെ അപ്പുറം മർദ്ദിതന്മാരുടെ ഹൃദയരക്തം കൊണ്ട് ചുവന്ന ഒരു ഗ്രാമമായിരുന്നല്ലോ വയലാർ. അന്നത്തെ ആ ഒരു പുന്നപ്ര വയലാർ സമരപാത, നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചതുപോലെ തന്നെ തൊഴിലിടങ്ങളിൽ അന്ന് ജനങ്ങൾ നേരിട്ടിരുന്ന ചില പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾ അതൊരു പ്രശ്നമാണെന്ന് തിരിച്ചറിയാത്ത ഒരു സമൂഹം, അവരിലേക്ക് അവകാശ ബോധമുണ്ടാക്കി അവരെ സംഘടിപ്പിച്ച് ആ ഒരു കൂട്ടായ്മയെ കൊണ്ട് സാമൂഹിക മാറ്റം ഉണ്ടാക്കിക്കുക എന്ന് പറയുന്നത് മരുഭൂമിയിൽ പോയൊരു കിണർ കുത്തുന്നതിനേക്കാൾ പ്രയാസകരമായ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തി. ഇന്നൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രത്തിൽ കാണാവുന്ന ഒരു ജീവിതം പോലെ ആയിരിക്കാം ഒരുപക്ഷെ നമ്മുടെ പുതിയ തലമുറയ്ക്ക് VS അച്യുതാനന്ദൻ്റെ ഒരു ജീവിതം. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതം, ആ ഒരു കാലഘട്ടം ഇനി ഒരിക്കലും കേരളത്തിൽ ഉണ്ടാവില്ല. അത്ര വലിയ സാമൂഹിക മാറ്റത്തിന് കാരണമായ പല കാര്യങ്ങളും അദ്ദേഹം ചെയ്തതാണ്. ആ കാലഘട്ടത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ VSൻ്റെ ജീവിതത്തിൽ നിന്ന് പുതുതലമുറയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് എന്ന് കാണിക്കുന്ന രീതിയിലാണല്ലോ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇപ്പോൾ കണ്ടതാണല്ലോ. കഴിഞ്ഞ ദിവസം ആ തിരുവനന്തപുരത്ത് പലയിടങ്ങളിലും പല പ്രായത്തിലുള്ള ആൾക്കാർ, അത് VSൻ്റെ ഒക്കെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവരുണ്ട്, ചെറുപ്പക്കാരുണ്ട്, സ്ത്രീകളുണ്ട്, ചെറിയ കുട്ടികളുണ്ട്. അപ്പോൾ ഇവരൊക്കെ ആ VSൻ്റെ ജീവിതത്തെ കാണുന്നത് എങ്ങനെയെന്നാണ് പങ്കുവച്ചത് കഴിഞ്ഞ ദിവസങ്ങളിൽ. ക്രിസ്റ്റീന, ഇന്നലെ ഉച്ചയ്ക്ക് 2:15 തിരുവനന്തപുരം ദർബാർ ഹാളിൽ നിന്ന് പ്രയാണം ആരംഭിച്ച VSന്റെ ഭൗതിക ശരീരവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര കരുനാഗപ്പള്ളിയിലേക്ക് എത്തുകയാണ്. ഏതാണ്ട് യാത്ര തുടങ്ങി 15-ാം മണിക്കൂറിലാണ് കൊല്ലം ജില്ലയുടെ അവസാന കേന്ദ്രങ്ങളിലൊന്നായ കരുനാഗപ്പള്ളിയിലേക്ക് VSന്റെ ഭൗതിക ശരീരവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര എത്തുന്നത്.
വലിയ ജനതയാണ് VS-ന് അന്തിമാഞ്ജലി അർപ്പിക്കാനായി പാതയോരങ്ങളിൽ ഈ മണിക്കൂറുകൾ അത്രയും കാത്തുനിന്നത്. നേരത്തെ ക്രിസ്റ്റീന സൂചിപ്പിച്ച പോലെ കുട്ടികളും സ്ത്രീകളും പുരുഷന്മാരും അടങ്ങുന്ന ഒരു വലിയ സമൂഹം തങ്ങളുടെ പ്രിയ നേതാവിന് അവസാനമായി ഒരു നോക്ക് കാണാനും അന്തിമാഞ്ജലി അർപ്പിക്കാനുമായി കാത്തുനിൽക്കുന്നു. VS ഒരു പാഠപുസ്തകം പോലെ ആളുകൾക്ക് മുന്നിൽ നിവർത്തി വെച്ചിരിക്കുന്ന ഒരു ചരിത്രമായി മാറുകയാണ്. മാത്രമല്ല VS നടത്തിയ പോരാട്ടങ്ങളുടെ ഓർമ്മകൾ, VS നടത്തിയ സമരങ്ങളുടെ ആവേശം കൊള്ളിക്കുന്ന ഓർമ്മകൾ, അങ്ങനെ നിരവധി ഓർമ്മകളും പേറിയാണ് ഈ മനുഷ്യർ ഈ രാത്രിയിൽ ഈ കനത്ത മഴയത്തും മറ്റും ഇവിടങ്ങളിൽ കാത്തുനിന്ന് പോരുന്നത്. കരുനാഗപ്പള്ളി എന്നൊക്കെ പറയുമ്പോൾ VS-ന്റെ ശക്തമായ സ്വാധീനമുണ്ടായിരുന്ന, VS-ന് വലിയ തരത്തിൽ ഇടപെടലുകൾ നടത്തിയിരുന്ന സ്ഥലങ്ങളായിരുന്നു അവിടെ. അത്തരം സ്ഥലങ്ങളിലേക്ക് കൂടി VS-ന്റെ ഈ ഭൗതിക ശരീരം വഹിച്ചുള്ള യാത്ര എത്തുമ്പോൾ വലിയ തോതിലുള്ള ആവേശം അവിടെയൊക്കെ പ്രകടമാകുമെന്ന കാര്യം ഉറപ്പാണ്. നേരത്തെ നമ്മുടെ പ്രതിനിധികൾ റിപ്പോർട്ട് ചെയ്ത പോലെ തന്നെ വലിയ വികാര വായ്പ VS നേതാവിനോട് ഈ കേരളത്തിലുണ്ടായിരുന്നു. അത് കേരളത്തിലെ ഓരോ നാട്ടിൻപുറത്തും ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള ഒരു വികാര പ്രകടനത്തിലെ ഒരു വൈകാരികമായ അന്തരീക്ഷത്തിലാണ് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരവും വഹിച്ചുള്ള വിലാപയാത്ര കടന്നു വരുന്നത്. 15 മണിക്കൂറിനപ്പുറത്തേക്ക് പിന്നിട്ടിരിക്കുന്നു. ഈ രാത്രി 1 മണിക്ക് ആലപ്പുഴയിൽ എത്തിച്ചേരാൻ തക്കവണ്ണം ക്രമീകരിച്ചിരുന്ന വിലാപയാത്രയാണ് ഇത്രയധികം വൈകി വരുന്നത്. അത് പല കാരണങ്ങൾ കൊണ്ട് തന്നെ അത് വൈകി. ആളുകളുടെ ബാഹുല്യം, അതൊപ്പം തന്നെ പലയിടത്തും ഉണ്ടാകുന്ന വലിയ തിരക്കുകൾ, ഇതെല്ലാം കടന്ന് ആ വാഹന വ്യൂഹം ഇനി ആലപ്പുഴയിലേക്ക് എത്താൻ മണിക്കൂറുകൾ എടുക്കുമെന്ന് ഉറപ്പാണ്. നിശ്ചയിച്ചിരുന്നതിന് അപ്പുറത്തേക്ക് കടന്ന് കാര്യങ്ങൾ സംസ്കാര സമയവും മറ്റും മാറാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. VS നയിച്ച പോരാട്ടങ്ങൾ അത് ഒരു ജനതയെ അവകാശബോധമുള്ളവരാക്കി മാറ്റി എന്നുള്ളതാണ് VS നയിച്ച പോരാട്ടത്തിന്റെ ഏറ്റവും വലിയ സാഫല്യം എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള അവകാശബോധമുള്ളവരാക്കി മാറ്റിയ ഒരു ജനത തങ്ങളുടെ പ്രിയ നേതാവിനോട് തങ്ങളുടെ സ്നേഹവായ്പ, തങ്ങളുടെ വൈകാരികമായ ഒരു പിന്തുണ അത് പ്രഖ്യാപിക്കുന്നതിന്റെ അവസാന നിമിഷങ്ങളാണ് നമുക്ക് ഈ പാതയോരങ്ങളിൽ കാണാൻ കഴിയുന്നത്. അത്രയ്ക്ക് വൈകാരികമായ ഒരു യാത്രയാണ് കേരളം VS എന്ന ജനനേതാവിന്, VS എന്ന സമര കേരളത്തിന്റെ സമരനായകന് നൽകുന്നത്. ക്രിസ്റ്റീന, 102 വയസ്സ് വരെ ദൈവം ആയുധ കൊടുത്തു. 102 വയസ്സ് വരെ ആയുധ കൊടുത്തില്ലേ? എനിക്ക് 75 വയസ്സേ ആയുള്ളൂ. അരുൺ രാജു കൂടെ ചേരുകയാണ് ഒരിക്കൽ കൂടി. വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ എന്ന VS അച്യുതാനന്ദൻ വിടവാങ്ങുമ്പോൾ അത് 1 നൂറ്റാണ്ടോളം നീണ്ട സംഭവബഹുലമായ ഒരു ജീവിതത്തിന് അന്ത്യമാവുകയാണ്. അദ്ദേഹം പല പദവികളിലിരുന്നിട്ടുണ്ട്. മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ്, ആ പദവികൾക്കൊക്കെ ഉപരിയായി ഇപ്പോൾ VS കടന്നു പോകുമ്പോൾ VS മുഖ്യമന്ത്രിയായിരുന്നെന്നോ VS പ്രതിപക്ഷ നേതാവായിരുന്നെന്നോ VS പാർട്ടിയിലെ ഉന്നത സ്ഥാനം വഹിച്ച ഒരാളായിരുന്നെന്നോ ഒന്നുമല്ല നമ്മുടെ മനസ്സിലേക്ക് എത്തുന്നത്. അവസാന ശ്വാസം വരെ കർമ്മനിരതനായിരുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് എന്ന രീതിയിലാണ് VS-നെ ചരിത്രം ഓർമ്മിക്കുക. അരുൺ രാജു കൂടെ തുടരുകയാണ്. അരുൺ, പലപ്പോഴും ഈ പാർലമെന്ററി രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ VS-ന്റെ വളർച്ചയ്ക്ക് വേഗം പോരാ എന്ന് നമുക്ക് വിലയിരുത്താം, VS-ന്റെ ഒരു ജീവിതം നോക്കിക്കഴിഞ്ഞാൽ. അതേസമയം സംഘടനാ പ്രവർത്തനങ്ങളിൽ VS വളരെ വേഗം ആർജിച്ച ഒരു വ്യക്തി കൂടിയായിരുന്നു. ഇല്ലായ്മയിൽ നിന്ന് സംഘടനകൾ ഉണ്ടാക്കി അദ്ദേഹം മുന്നോട്ട് വന്നു. അതേസമയം തന്നെ ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ പലപ്പോഴും അദ്ദേഹത്തിന് ഒരു വളർച്ച കണ്ടെത്താനോ അല്ലെങ്കിൽ പദവികളിലേക്കുള്ള ഒരു കൊതിയോ ഒന്നുമില്ലാതിരുന്ന ഒരു നേതാവെന്ന് നമുക്ക് പറയേണ്ടതായി വരും. പക്ഷേ പുരോഗമന കേരളത്തെ പരുവപ്പെടുത്തിയ സമര പോരാട്ടങ്ങളുടെ ഒരു മുന്നണി പോരാളി എന്ന നിലയിൽ അദ്ദേഹം ഓർമ്മിക്കപ്പെടും. ഇപ്പോൾ വിലാപയാത്ര എവിടെ നിൽക്കുന്നു, ഏത് രീതിയിലാണ് ജനങ്ങളുടെ പ്രതികരണം? കൃഷ്ണപിള്ള ഏൽപ്പിച്ച ദൗത്യം തന്റെ ജീവിതത്തിൽ ആദ്യം മുതൽ അവസാനം വരെ പിന്തുടർന്ന വ്യക്തി, ഒരു യുഗം അങ്ങനെ അവസാനിക്കുമ്പോൾ കൃഷ്ണപിള്ള നേരിട്ട് കയ്യൊപ്പ് ചാർത്തിയ, കൃഷ്ണപിള്ള കണ്ടെത്തിയ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് ഇല്ലാതാകുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മനുഷ്യനെ മനുഷ്യനായി കാണാനും ആ മനുഷ്യ സ്നേഹം സമൂഹത്തിലേക്ക് പടർത്തിവിടാനും വലിയ രീതിയിൽ കഴിഞ്ഞിരുന്ന വലിയ പാരമ്പര്യമുള്ള ഒരു വ്യക്തി. VS-നെ വിശേഷണങ്ങൾ ഒന്നും കൊണ്ട് തന്നെ മതിയാകില്ല. VS എല്ലാ കാലത്തും അത് തന്റെ പ്രവൃത്തിയിലൂടെ ഏറ്റുവാങ്ങുന്നതാണ്. നമ്മളിപ്പോൾ കാണുന്നത് കരുനാഗപ്പള്ളി. VS-നെ സംബന്ധിച്ച് ഏറ്റവും അധികം ഹൃദയബന്ധമുള്ള, ഇഴയെടുപ്പമുള്ള നാടാണ് കൊല്ലം.
ആ കൊല്ലത്തിന്റെ മണ്ണിൽ അതിന്റെ അവസാന സ്വീകരണ പോയിന്റുകളിൽ ഒന്നായ കരുനാഗപ്പള്ളിയിലേക്കാണ് ഈ വിലാപയാത്രയുടെ ഏറ്റവും അവസാന പോയിന്റുകളിലൊന്നായ ഈ കരുനാഗപ്പള്ളിയിലേക്കാണ് ഈ വിലാപയാത്ര കടന്നു വരുന്നത്. വിലാപയാത്രയെ വൈകാരികമായി തന്നെ ജനം അതിനകത്ത് മുദ്രാവാക്യങ്ങൾ വിളിച്ച് ആ വികാരയാത്രയെ അഭിവാദ്യം അർപ്പിക്കുകയാണ്, അന്ത്യാഭിവാദ്യം അർപ്പിക്കുകയാണ്. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ ഓരോരുത്തർക്കും അത്രത്തോളം പ്രിയപ്പെട്ടതാണ് വി എസ് തങ്ങൾക്ക് വേണ്ടി പോരടിച്ച കാലം, വി എസ് തങ്ങൾക്ക് വേണ്ടി വെയിൽ കൊണ്ട കാലം, വി എസ് തങ്ങൾക്ക് വേണ്ടി വലിയ പോരാട്ടങ്ങൾ നയിച്ച കാലം. അതുകൊണ്ട് വി എസിന് വേണ്ടി ഈ കാലം അത്രയും, ഈ സമയം അത്രയും അവർ കൊണ്ട മഴ, അവർ കൊണ്ട ഈ അസഹനീയമായ ഈ തണുപ്പ്, അതെല്ലാം അവർക്ക് ഒന്നുമേ ആകുന്നില്ല. കാരണം വി എസ് അത്രത്തോളം അവരുടെ ഹൃദയങ്ങളിൽ, അവരുടെ മനസ്സുകളിൽ അത്രയാഴത്തിൽ ബന്ധങ്ങൾ സ്ഥാപിച്ച വ്യക്തികളാണ്. അതുകൊണ്ട് തന്നെയാണ് വി എസിന് അർഹിച്ച ഒരു യാത്രയയപ്പ്. ഇനിയൊരു മടങ്ങി ഒരു വി എസിനെ സംബന്ധിച്ചില്ല. അതുകൊണ്ട് തന്നെയാണ് ആ വി എസിനെ ചേർത്ത് നിർത്തി വി എസിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ ഈ ജനം മുഴുവൻ ഇവിടേക്ക് ഒരു പുഴ പോലെ ഒഴുകി വന്ന ഒരു മഹാസാഗരം പോലെയായി മാറിയിരിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഈ ഇവിടെ ക്രമീകരിച്ചിരിക്കുന്ന സ്ഥലത്തിനപ്പുറം പലയിടങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ കൂടി നിൽക്കുന്നുണ്ട്. അതാണ് വലിയ അവസ്ഥകൾ, ശാരീരിക അവസ്ഥകൾ അടക്കം ഉൾക്കൊണ്ടെങ്കിൽ പോലും പക്ഷേ വി എസിനെ കാണുക എന്നുള്ളതാണ്, വി എസിനെ കാണുക എന്നുള്ള ഒറ്റ കാര്യമാണെന്ന് തോന്നുന്നു. അതെ, സഖാവിനെ കാണാൻ വേണ്ടി ലാസ്റ്റ് ഒരു പ്രാവശ്യം കാണണം, അതിനുവേണ്ടി വന്നതാ. ആ മുഖം ഒന്ന് മനസ്സിലേക്ക് പതിക്കണം. എന്തോ ആ മുഖം ഒന്ന് മനസ്സിലേക്ക് പതിക്കണം. മനസ്സിലുണ്ട് എപ്പോഴും. എവിടുന്നാ ചേട്ടാ വരുന്നേ? ഞങ്ങളെ സഖാവിനെ കാണാന്നുള്ളതാണ്. ഞങ്ങള് തൃശ്ശൂരിൽ നിന്ന് ഇരിഞ്ഞാലക്കുട. ഞങ്ങളാളെ കാണാ, ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് കണ്ടാ മതി, വേറെ ഒന്നും. നേരത്തെ കണ്ടിട്ടുണ്ടോ? നേരെ ഞങ്ങള് പരിപാടികൾക്ക് വരുമ്പോ കണ്ടിട്ടുണ്ട്, അല്ലാതെ അടുത്ത് കാണാൻ പരിചയമില്ല, കണ്ടിട്ടില്ല. പക്ഷെ ഞങ്ങളൊരു ആവേശമാണ്. ഓരോരുത്തരുടെയും പ്രതീക്ഷയും ആവേശവുമാണ് വി എസ്. അങ്ങനെ വി എസ് എന്തുകൊണ്ടാണ് അങ്ങനെ ഓരോ മനുഷ്യനോടും ഇത്രയധികം ആഴത്തിൽ അവരുടെ ഹൃദയങ്ങളിൽ വി എസ് ഉൾക്കൊള്ളുന്നത് എന്ന ചോദ്യത്തിന് ഒറ്റ ഉദാഹരണമേ ഉള്ളൂ. മനുഷ്യത്വമുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ്, മനുഷ്യത്വമുള്ള ഒരു ഭരണാധികാരി, മനുഷ്യത്വമുള്ള ഒരു നേതാവായിരുന്നു വി എസ് എന്നുള്ളത്. അതുകൊണ്ടാണ് ആ സ്നേഹവായ്പ് തിരിച്ച് ജനവും വി എസിന് നൽകുന്നത്. ഈ യാത്രയയപ്പ് അത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ എല്ലാ സമയക്രമങ്ങളും അതിക്രമിച്ചിരിക്കുന്നു. സമയത്തിന്റെ മുഴുവൻ ക്രമീകരണവും താളം തെറ്റുന്നുണ്ട്. ഈ സമയം ഏതാണ്ട് വീട്ടിൽ നിന്ന് പൊതുദർശനം വീട്ടിൽ ഇതുമായി ബന്ധപ്പെട്ട പൊതുദർശനം അടക്കമുള്ള നടപടികളിലേക്ക് കടക്കേണ്ടതാണ്. 9 മണിയോടെ DC ഓഫീസിലേക്ക് ഈ മൃതദേഹം എത്തിക്കണം എന്നുള്ളതായിരുന്നു നേരത്തെ ക്രമീകരിച്ചിരുന്നത്. പക്ഷേ ഇനി അങ്ങോട്ട് ഇതിനേക്കാൾ കൂടുതൽ ജനം വി എസിനെ കാത്തു നിൽക്കുന്നുണ്ട്. കാരണം ഇനി വി എസിന്റെ മണ്ണാണ്, വി എസിന്റെ തട്ടകമാണ്. അതുകൊണ്ട് സ്വാഭാവികമായും ഇതിനേക്കാൾ വൈകാരികമായിരിക്കും ഓരോ രംഗവും, ഓരോ ഇടങ്ങളും. ഇനി ആ വിലാപയാത്ര അത്ര വേഗത്തിൽ, ഇത്ര പോലും വേഗത്തിൽ ഇനി കടന്നു പോകാൻ കഴിയുമോ എന്ന ചോദ്യം ബാക്കിയാകുന്നുണ്ട്. കാരണം വി എസിനെ കാത്ത് ഓച്ചിറ മുതൽ ഇനി അങ്ങോട്ട് ഈ വലിയ ചുടുകാട് വരെ കാത്തു നിൽക്കുന്നവരുടെ എണ്ണം നമുക്ക് ലഭിക്കുന്നതനുസരിച്ചാണെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ മണ്ണാണ്. അദ്ദേഹം വലിയ രീതിയിൽ പ്രതിസന്ധി നേരിട്ട ഘട്ടത്തിലെല്ലാം അദ്ദേഹത്തിനോടൊപ്പം ചേർന്ന് നിന്ന് വി എസ് ഒറ്റയ്ക്കല്ല, വി എസിനൊപ്പം ഞങ്ങളുണ്ട് എന്ന് ആവർത്തിച്ച് മനസ്സിലാക്കി കൊടുത്ത മണ്ണാണ്. സീറ്റ് നിഷേധിച്ച ഘട്ടത്തിൽ ആരുടെയും നിർദ്ദേശമില്ലാതെ ഒരു കേഡർ പ്രസ്ഥാനത്തിൽ നിന്ന് പ്രവർത്തകർ ഇറങ്ങി വന്ന് വി എസിനായി സമരം ചെയ്തിട്ടുണ്ട്, വി എസിനായി തെരുവിലേക്ക് ഇറങ്ങി മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് വി എസിന് വേണ്ടി മാത്രം ഇതെല്ലാം ജനം ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അതിനുത്തരം ഒന്ന് മാത്രമാണ്. അത് തങ്ങളുടെ ചങ്കിലെ, അത് തങ്ങളുടെ ഹൃദയത്തിൽ എഴുതിവെച്ച, കൊത്തിവെച്ച
പേരുകളിലൊന്നാണ് വി എസ് ഞങ്ങൾക്ക് വേണ്ടി ഇതൊക്കെ ചെയ്തു. പലരോടും ഇത് ഇത്രയും നേരമായി ഏകദേശം 100-ലധികം പേരുമായി നമ്മൾ സംസാരിക്കുന്നു. നേരിട്ട് സംസാരിക്കുമ്പോൾ അവരെല്ലാം പറയുന്ന ഒരേ ഒരു മറുപടി വി എസിനല്ലെങ്കിൽ പിന്നാർക്കാണ് ഇത്തരത്തിലൊരു യാത്രയപ്പ് ഞങ്ങൾ നൽകുക എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് വി എസ് എന്ന് ചോദിച്ചാൽ അതിനും ഉത്തരമുണ്ട്. വി എസ് അത്രത്തോളം ജനങ്ങളിൽ ആഴത്തിൽ ഇടപഴകിയ വ്യക്തിയാണ്. ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരസ്പരമായി സംസാരിച്ച വ്യക്തിയാണ്. ജനങ്ങൾക്ക് നേരിട്ട് വിഷയങ്ങൾ അവതരിപ്പിക്കാവുന്ന വ്യക്തിയായിരുന്നു. പരിസ്ഥിതി, സ്ത്രീ വിഷയങ്ങളിൽ വി എസ് എടുത്ത കർക്കശമായ നിലപാടുകൾ നമുക്ക് പലപ്പോഴും വലിയ രീതിയിൽ ചർച്ച ചെയ്യേണ്ടി വന്നിട്ടുള്ളതാണ്. പീഡകരെ തെരുവിലൂടെ കയ്യാമം വെച്ച് ഞാൻ കൊണ്ടുവരും എന്ന് അദ്ദേഹം ആവർത്തിച്ച് വ്യക്തമാക്കുന്ന കാഴ്ച അത് പലപ്പോഴും പല കോണുകളിലും വലിയ വിമർശനങ്ങൾക്കിടയാക്കി. അനധികൃതമായ കയ്യേറ്റങ്ങൾ വി എസ് എടുത്ത നിലപാട് പലപ്പോഴും പാർട്ടിയെപ്പോലും പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ വി എസ് അവിടെ ഒന്നും അചഞ്ചലനായി മാറിയില്ല. കാരണം എടുത്ത നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകുന്ന ശീലം പണ്ടേ വി എസിനില്ല. അത് വി എസ് അത്രത്തോളം ശക്തമായ നിലപാട് സ്വീകരിച്ച വ്യക്തിയാണ്. പല കേസുകളുണ്ട്. നമ്മൾ ഇടമലയാർ കേസ് അടക്കം സൂചിപ്പിച്ചാൽ മതിയാവും. ഒരുപക്ഷെ ഇടമലയാർ കേസ് എങ്ങുമെത്താതെ പോയത് വി എസ് എന്ന ഒറ്റ മനുഷ്യന്റെ നിശ്ചയദാർഢ്യമാണ് ഇടമലയാർ കേസിന്റെ അതിന്റെ സത്യാന്തര വിഷയങ്ങളടക്കം പുറം ലോകത്തെത്തിച്ചതും പിന്നീട് ബാലകൃഷ്ണപിള്ളയെ ജയിലിലേക്ക് അടയ്ക്കാൻ ഇടയാക്കിയ സാഹചര്യമെല്ലാം വി എസ് അന്നെല്ലാം പറഞ്ഞൊരു വാചകമുണ്ട്: അഴിമതിക്കാർക്കെതിരെയുള്ള പോരാട്ടം ഞാൻ തുടരും, അതിൽ യാതൊരു മാറ്റവും ഉണ്ടാകില്ല എന്നുള്ളതാണ്. അത് വി എസ് ഒരു തലമുറയ്ക്ക് കൂടി പകർന്നു നൽകി. പിന്നീട് ഇന്ന് നമ്മൾ കാണുന്ന വി എസിനെ നെഞ്ചേറ്റി വിളിക്കുന്ന ഈ തലമുറ അവർ ഏറ്റുവിളിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം അവർക്കെല്ലാം അത്രത്തോളം പ്രിയപ്പെട്ടതാണ്. കണ്ണേ കരളെ വി എസ് എ, ഞങ്ങളുടെ ചങ്കിലെ റോസാപ്പൂവേ എന്ന് ജനം ചങ്ക് പൊട്ടുമാർ ഉച്ചത്തിൽ ഇങ്ങനെ വിളിക്കുന്നത് മറ്റൊരു നേതാവിനും നാം കണ്ടിട്ടില്ല. വി എസ് എന്ന് പറയുന്ന ഒരു നേതാവിന് വേണ്ടി മാത്രം എഴുതി വെച്ച മുദ്രാവാക്യമാണിത്. 6 വർഷങ്ങൾക്കിപ്പുറമാണ് ആ മുദ്രാവാക്യം കേരളക്കര വീണ്ടും ഒന്നാകെ ഏറ്റുവിളിക്കുന്നത്. എന്തുകൊണ്ടാണ് വി എസിന് മാത്രം ഇത്തരത്തിൽ ഒരു യാത്രയപ്പ് ജനം നൽകുന്നതെന്ന് ചോദിച്ചാൽ അതിനും ഒറ്റ ഉത്തരമേ ഉള്ളൂ. വി എസ് അവരുടെ എല്ലാം മനസ്സിലാണ്. വി എസ് അവരുടെ എല്ലാം ഹൃദയത്തിലാണ്. വി എസ് അത്രത്തോളം ആഴത്തിൽ, അത്രത്തോളം ഹൃദയത്തിൽ ഓരോ മനുഷ്യന്റെയും ഇടയിൽ സ്ഥാനം പിടിപ്പിച്ചിട്ടുണ്ട്. പലപ്പോഴും വി എസ് ഈ വിശ്രമവേളയിൽ വീട്ടിന് ഉള്ളിലേക്ക് ഒതുങ്ങുമ്പോഴും വി എസിനെ കാണുവാനും വി എസിന്റെ ഒരു വാചകങ്ങൾ കേൾക്കുവാനും ഓരോ പ്രതിസന്ധി ഘട്ടത്തിലും ഓരോ വ്യക്തിയും കാത്തിരുന്നിട്ടുണ്ട്. CPM പ്രതിസന്ധിയിലാകുന്ന ഘട്ടത്തിലെല്ലാം വി എസ് തെരുവിലേക്ക് ഇറങ്ങി ആ പാർട്ടിയെ സംരക്ഷിക്കുന്നതും കരപിടിച്ചു കയറ്റുന്നതും നമ്മൾ കണ്ടതാണ്. ഒരു ക്രൗഡ് പുള്ളറെ പോലെ ഓരോ പാർട്ടി പരിപാടിയിലും വി എസ് എവിടെ പരിപാടിയിൽ പങ്കെടുക്കുന്നു, വി എസിന് പരിപാടി നിശ്ചയിക്കുന്നതിലടക്കം പലപ്പോഴും വലിയ രീതിയിലുള്ള ക്രമീകരണങ്ങൾ വരുത്തുന്നതും നമ്മൾ കണ്ടതാണ്. അതെല്ലാം വി എസ് എന്ന് പറയുന്ന മനുഷ്യന്റെ, വി എസ് എന്ന് പറയുന്ന ആ ഒരു യുഗത്തിന്റെ ആ ജനങ്ങളിലേക്കുള്ള ബന്ധമാണ്. വി എസ് അങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. ഈ സമയക്രമം തെറ്റിച്ചുള്ള യാത്രയിൽ വീണ്ടും എത്രയോ മനുഷ്യരെ കാണുന്നുണ്ടായിരിക്കാം. വി എസിന് വേണ്ടി അവർ മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നുണ്ട്. പക്ഷേ വി എസ് ഇതൊന്നും ഇനി കേൾക്കുവാൻ വി എസ് ഇല്ല. ഈ യാത്രയിൽ ഇനി മടങ്ങി വരുമില്ല. തന്റെ തട്ടകത്തിലേക്ക്, ആലപ്പുഴയിലേക്ക് വി എസ് പോവുകയാണ്. വലിയ ചുടുകാടിൽ ഇനി അന്ത്യവിശ്രമമാണ്. പക്ഷേ ഇനിയൊരു യാത്ര വി എസിനില്ല എന്ന് ഒരിക്കലും ഈ ജനതയ്ക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. കാരണം പലപ്പോഴും പലകുറിയും ഈ വഴി പോയിട്ടുണ്ട്, ഇവിടെ നിന്ന് പ്രസംഗിച്ചിട്ടുണ്ട്, പല വിവാദങ്ങളിലും ഇവിടെ നിന്ന് പ്രതികരിച്ചിട്ടുണ്ട്. ഇനി ആ യാത്ര വി എസിനില്ല. വി എസ് ഒരു അവസാനത്തെ യാത്രയിലാണ്. ആരെയും കേൾക്കാതെ, ആരുടെയും പുഞ്ചിരികൾ കാണാതെ ആ യാത്ര പോവുകയാണ്. ആരുടെയും പ്രശ്നങ്ങൾ കേൾക്കാതെയുള്ള യാത്രയാണ്. ഇവിടെ വി എസ് മൗനമായി തന്നെ ആ യാത്ര തുടരുകയാണ്. വളരെ ഹൃദയഭേദകമാകുന്ന കാഴ്ചയാണ് പലപ്പോഴും നമുക്ക് ഈ ഓരോ സ്ഥലത്തു നിന്നും കാണാൻ കഴിയുന്നത്. കാരണം ശാരീരിക പ്രശ്നങ്ങളടക്കം പലർക്കുമുണ്ട്. ആ പ്രശ്നങ്ങളിൽ നിന്നുകൊണ്ടാണ് എല്ലാവരും ഇവിടേക്ക് തന്നെ എത്തുന്നത്. കാരണം അവർക്കെല്ലാം ഒറ്റ വികാരമേ ഉള്ളൂ, അത് വി എസ് ആണ്. വി എസ് മാത്രം.